ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് 5.5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ കിഴക്കോട്ട് ദർശനമായിട്ട് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നമുക്ക് വീടിൻ്റെ മുൻവശത്ത് കണ്ട ഒരു 5-5.5 മീറ്ററോളം വീതി കൂടിയ ടാറിങ് ചെയ്തിട്ടില്ല, അപ്പോൾ അടുത്ത് ടാറിങ് ചെയ്യും. അതുപോലെ ഈ ഫ്രണ്ടിന് ഈ വരുന്ന വഴി ബസ് റൂട്ടിൽ നിന്ന് കാണാട്ടാ, അത്ര അടുത്താ ടാറിങ് ഒക്കെ ഇപ്പോൾ അടുത്ത് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ ഈ ഒരു സൈഡ് കണ്ട സ്ലൈഡിംഗ് ആയിട്ടാണ് ലെങ്ത്തിൽ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാഹനം നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് കയറ്റി നിർത്താട്ടാ. അതുപോലെ ഈ സൈഡിലൊക്കെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. വല്ല മാവോ പ്ലാവോ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ബേബി മെറ്റൽ മാറ്റി വെക്കാവുന്നുള്ളൂ. അപ്പോൾ ചെറിയ വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്ത് നിർത്താം. അതുപോലെ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ, ജലനിധിയുടെ പഞ്ചായത്തിൻ്റെ എപ്പോഴും വെള്ളം വരുന്നൊരു ഭാഗം. ധാരാളം ടച്ച് വർക്കുകൾ, LED ബൾബുകൾ, കളർ പെയിൻറ്റിങ് നല്ല മനോഹരമാക്കിയിട്ടാണ് 4 ബെഡ്റൂമോട് കൂടി ഈ ഭാഗത്ത് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഫുൾ ലെങ്ത്തിൽ. ഡബിൾ പാളി ഡോറോട് കൂടി തേക്ക് കൂട്ടിൽ കയറി വരുന്ന ലിവിങ് ഹാള്. വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും അപ്പോക്സിയോട് കൂടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നല്ലൊരു അടിപൊളി TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൽ. സൈഡിലായിട്ട് ഫുൾ ലെങ്ത്ത് ഹോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല കളർ പെയിൻറ്റിങ് ചെയ്തിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ ബെഡ്റൂം കണ്ടത് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതേ മാച്ചിങ് ടൈൽ തന്നെ 10-12 ഇവിടെ അളവ് ബെഡ്റൂമിനെ കൊടുത്തിട്ടുള്ള കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ. അതുപോലെ വാൾ ഡ്രോപ്സ് കാണാം. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ട് മിററൊക്കെ വെച്ച് ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടിയിട്ട് വാൾ ഡ്രോപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പാളി ഡോറോട് കൂടിയിട്ട്. തൊട്ട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നല്ലതരം കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല 10ഓളം കൊല്ലം ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലൊക്കെയാണ്. അതുപോലെ ലിവിങ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയിട്ട് നല്ലൊരു മൾട്ടിവുഡിൽ ഒരു ആർച്ച് LED ബൾബ് വെച്ചൊരു ആർച്ചോട് കൂടി നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട്. നല്ല ക്രോക്കറി കൊണ്ട് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഹോൾ സീലിംഗ് വർക്ക് LED ബൾബൊക്കെ വെച്ചിട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട്. വാശേരി ഈ ഒരു സൈഡിലാണ് വരിക. ഇനി ഇതിലൊരു മിററും ഒരു ഫാൻസി ബൾബൊക്കെ വെക്കാവുന്നുള്ളൂ. ബാക്കി എല്ലാ വർക്കും ഫുള്ള് ഫിനിഷ്ഡ് ആണ്. ഡൈനിങ്ങിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് അപ്പോക്സിയോട് കൂടി കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും അതുപോലെ വാൾഡ്രോപ്സൊക്കെ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി കൊടുത്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ. ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമുകളൊക്കെ എല്ലാം വാഷബിളോട് കൂടിയിട്ടാട്ടോ, വാശേരിയുണ്ട്. അതുപോലെ വ്യത്യസ്തമായ കളർ ആണ് വാൾ ടൈലും ഫ്ലോർ ടൈലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹീറ്ററിനുള്ള പോയിന്റും ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റാണ്. ഡൈനിങ് ഹാളിൽ ഗ്ലാസ് ഡോറോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുക. ഒരു വുഡ് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ ഫ്ലോർ ടൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോക്സി ചെയ്തിട്ട് നല്ല വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല അടിഭാഗത്തൊക്കെ ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറിലേ. അതുപോലെ ഈ ഒരു സൈഡിൽ കണ്ട ഇവിടെയും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിക്കുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. ഇവിടെ ഫുൾ ലെങ്ത്തിലും ടൈൽ കൊടുത്തിട്ടുണ്ട്, വാൾ ടൈലേ, ചുമരും ചെളിയാവാത്തൊരു വിധത്തിൽ. കിച്ചണിൽ നിന്ന് തന്നെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെ കൊടുത്താണ്. ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പ് വേണമെങ്കിൽ ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. പുറത്തേക്ക് പ്രൊജക്ഷനിലുള്ള ഒരു വാഷബിളോട് കൂടിയിട്ടുള്ള ഏരിയ ആണത്. ഒരു കോമൺ ബാത്റൂമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും ഇതിൽ ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇനി ഹീറ്ററിനുള്ള പോയിന്റ്, അതുപോലെ ബെഡ്റൂമുള്ള KC പോയിന്റ്, ഇനി വേറെ ഒന്നും ഇവിടെ സെപ്പറേറ്റ് ചെയ്യണ്ട. പുറത്തേക്ക് കിടക്കുന്ന ഭാഗം കേട്ടോ വർക്ക് ഏരിയയിൽ നിന്ന്. ഈ ഭാഗങ്ങളിലും സൈഡിലൊക്കെ ബേബി മെറ്റൽ കൊടുത്തിട്ടുണ്ട്. കിണർ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ധാരാളം വെള്ളമുള്ള ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ. ഇത് എപ്പോഴും പറയണത് അത്രയും ഗ്യാരണ്ടിയോട് ഉള്ള കാരണം തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വേറെ ഒരു 9.5 കിലോമീറ്ററാണ് ഇവിടേക്ക് വരുന്നത്. അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരവും. ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ കേട്ടോ, അത്ര അടുത്താ. 5.5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 65 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാം. മുകളിലത്തെ ഹാളാണ്. ഇവിടെ ഈ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫുൾ ലെങ്ത്തിലൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൽ മുകളിൽ വെച്ചിട്ട് ഹോൾ സീലിംഗ് വർക്ക്, നല്ല കളർ പെയിൻറ്റിങ് ചെയ്തിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് സ്ട്രിപ്പൊക്കെ ചെയ്തിട്ട് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലും, അങ്ങനെയാണ് 4 ബെഡ്റൂമായിട്ട് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 12-10 സൈസാണ് ഇവിടെ അളവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാൾ ഡ്രോപ്സ് ഇതേ കളർ മറ്റേ ഈ സൈഡിൽ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 3 പാളി ഡോറോട് കൂടിയിട്ട്.
അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ വാൾട്ടയിലാണ് കേട്ടോ എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഹീറ്ററുള്ള പോയിൻ്റൊക്കെ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വാൾഡ്രോബ്സ് ഇവിടെയും ഡ്രസ് യൂണിറ്റ് കൂടി തന്നെയാണ് 4 ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. UV ഷീറ്റ് കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ. ഓപ്പൺ ബാൽക്കണി കേട്ടോ, മുകൾ വശത്തെ നല്ല ഫുൾ ലെങ്ത്തുള്ള ഒരു ബാൽക്കണി ഞാൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ എച്ചിങ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മുകൾ വശത്ത് നിന്ന് കാണുന്ന വ്യൂസാണ്. നമുക്ക് 2-3 കാറൊക്കെ ഈസി ആയിട്ട് ഫ്രണ്ടിൽ കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. ബാക്ക് സൈഡിലുള്ള ഓപ്പൺ ടെറസ് കേട്ടോ. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.